Theorem 21.6 Primitive Element Theorem. F is if F is a field of characteristic 0 and A and B are algebraic over F, then there is an element C in F of AB such that F of AB equal to F of C. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇസ് എ ഫീൽഡ് ആണ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് സീറോ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഫീൽഡാണ് ഈ ഒരു റിസൾട്ട് വരുന്നത്. അപ്പം നോട്ട് ചെയ്യാം. ഇപ്പോൾ എഫ് ഇസ് എ ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0 ആൻഡ് എ ബി എന്ന് പറയുന്നത് എന്താണ്? എഫിലുള്ള രണ്ട് എലമെൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്തായാലും എന്താണ് ഇത്തരത്തിലൊരു എലമെൻറ്റ് സി ഇൻ എഫ് ഓഫ് ബി എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് സി ആയിട്ട്. അപ്പം നമ്മൾ നേരത്തെ തന്നെ ക്യൂ ഓഫ് √3 സി ഈക്വൽ ടു ക്യൂ ഓഫ് √3 + √5 എന്ന് എഴുതിയില്ലേ? ഇതിൽ √3 + √5 എന്താണ്? ഈ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിൽ വരുന്നുണ്ട്. ആൻഡ് ദിസ് ടു ആർ ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു എലമെൻറ്റ് ആ എക്സാമ്പിളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുപോലെ എയും ബിയും ആൾജിബ്രിക് ഓവർ എഫ് ആണെങ്കിൽ ആൻഡ് എഫ് ക്യാരക്ടറിസ്റ്റിക് 0 വരുന്ന ഫീൽഡും ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്? എഫ് ഓഫ് എ ബിയിൽ എന്തായാലും ഒരു എലമെൻറ്റ് അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റെങ്കിലും എക്സിസ്റ്റ് ചെയ്യും വിത്ത് എഫ് ഓഫ് ബി എ ബി ഈക്വൽ ടു എഫ് ഓഫ് സി. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് ബി ദ പോളിനോമിയൽസ് ഓവർ എഫ് ഫോർ എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. എന്താണ്? നമ്മൾ മിനിമൽ പോളിനോമിയൽസ് ആണ്. എയുടെയും ബിയുടെയും മിനിമൽ പോളിനോമിയൽസ് ചൂസ് ചെയ്തു. പി ഓഫ് എക്സ് എയുടെ മിനിമൽ പോളിനോമിയലാണ്, ക്യൂ ഓഫ് എക്സ് ബിയുടെ മിനിമൽ പോളിനോമിയലാണ്. ലെറ്റ് A1 A2 എക്സെട്ര AM ആൻഡ് B1 B2 എക്സെട്ര BN be the distinct zeros of P of x and Q of x respectively. എന്താണ്? നമ്മളിവിടെ പി ഓഫ് എക്സിൻ്റെയും ക്യൂ ഓഫ് എക്സിൻ്റെയും ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഇവിടെ ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് A ഈക്വൽ ടു A1 എന്നെടുത്തു. കാരണം എന്താണ്? എയുടെ മിനിമൽ പോളിനോമിയലാണ് പി ഓഫ് എക്സ്. അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഒന്ന് എന്തായാലും എ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് എലമെൻറ്റ് തന്നെ റീഅറേഞ്ച് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് എലമെൻറ്റ് എ ആയിട്ട് എടുക്കാൻ പറ്റും. സോ എ ഈക്വൽ ടു A1 ആൻഡ് ഇതുപോലെ തന്നെ ബി ഈക്വൽ ടു B1 ആയിട്ട് ചൂസ് ചെയ്യുന്നു. കാരണം എന്താണ്? B1 B2 എക്സെട്ര BN ക്യൂ ഓഫ് എക്സിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ആണ് ആൻഡ് ബിയുടെ മിനിമൽ പോളിനോമിയലാണ് ക്യൂ ഓഫ് എക്സ്. സോ ഈ ലിസ്റ്റിൽ ബിയും ഒരു എലമെൻ്റ് ആയിരിക്കും. സോ ബി ഈക്വൽ ടു B1 ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് ബീനെ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ എ ഈക്വൽ ടു A1 ബി ഈക്വൽ ടു B1 എമംഗ് ദ ഇൻഫൈനൈറ്റ്ലി മെനി എലമെൻറ്റ്സ് ഓഫ് എഫ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് 0 വരുന്ന ഫീൽഡാണ്. ക്യാരക്ടറിസ്റ്റിക് 0 വരുന്ന ഫീൽഡ് ഏതാണ്? എന്തായാലും ഇൻഫൈനൈറ്റ് ഫീൽഡിന് മാത്രമേ ആ ഒരു പ്രോപ്പർട്ടി വരുന്നുള്ളൂ. അപ്പോൾ എഫ് എന്തായാലും ഇൻഫൈനൈറ്റ്ലി മെനി എലമെൻറ്റ്സ് ഉള്ളൊരു ഫീൽഡാണ്. അപ്പോൾ ആ ഫീൽഡിൽ നിന്ന് ഒരു എലമെൻറ്റ് ഡി ചൂസ് ചെയ്യുന്നു വിത്ത് എങ്ങനെയാണ്? ഡി നോട്ട് ഈക്വൽ ടു എന്തായിരിക്കണം എന്ന് വെച്ചാൽ AI മൈനസ് A/B മൈനസ് BJ ആയിരിക്കണം. ഈ ഒരു എലമെൻറ്റ്സിന് ഒരിക്കലും ഈക്വൽ ആവാൻ പാടില്ല. ഫോർ I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1നും J ഗ്രേറ്റർ ദാൻ 1നും. J ഈക്വൽ ടു 1 നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം J ഈക്വൽ ടു 1 ആയാൽ B മൈനസ് B1 എന്ന് വരും. B1 ഈക്വൽ ടു B ആയതുകൊണ്ട് B മൈനസ് B1 ഈക്വൽ ടു 0 വരും. അപ്പോൾ നോട്ട് ഡിഫൈൻഡ് ആയി പോയി ഒരു ഫ്രാക്ഷൻ. അപ്പോൾ J ഗ്രേറ്റർ ദാൻ 1ന് B മൈനസ് BJയും I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ന് AI മൈനസ് AN ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡി നമ്മൾ ചൂസ് ചെയ്യുന്ന ഡി എന്ന് പറയുന്ന എലമെൻറ്റ് ഒരിക്കലും ഈ ഫ്രാക്ഷന് ഈക്വൽ ആയിട്ട് വരരുത്. അപ്പോൾ ഇൻഫൈനൈറ്റ്ലി മെനി എലമെൻറ്റ്സ് എഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് എന്തായാലും ഇതിനോട് ഈക്വൽ ആയിട്ട് വരാത്ത രീതിയിൽ ഒരു എലമെൻറ്റ് എന്തായാലും ഡി എക്സിസ്റ്റ് ചെയ്യും. കാരണം ഈ ഫോമിൽ വരുന്ന എലമെൻറ്റ്സ് എത്ര ഉണ്ടായിരിക്കും? ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ വരത്തുള്ളൂ. കാരണം എഐക്ക് ഫൈനൈറ്റ് പോസിബിലിറ്റീസേ ഉള്ളൂ. AIs എത്ര വരുന്നുണ്ട്? M നമ്പർ ഓഫ് AIs വരുന്നുണ്ട്. BJs എത്ര വരുന്നുണ്ട്? N-1 നമ്പർ ഓഫ് വരുന്നുണ്ട്. അപ്പോൾ ഇൻ ടോട്ടൽ എത്ര വരും? എ ഫൈനൈറ്റ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് AIസിനും BJസിനും ഈ ഒരു ഫ്രാക്ഷനിൽ വരുന്നുള്ളൂ. സോ ഈ ഒരു ഫോമിൽ വരുന്ന ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളൂ. എഫിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. സോ ഇതിനോട് ഈക്വൽ അല്ലാത്ത രീതിയിൽ ഒരു എലമെൻറ്റ് ഡി എന്തായാലും നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും.
So D not equal to AI minus A by B minus Bj for all I not greater than or equal to 1 and j greater than 1. അപ്പോൾ D not equal to this എന്ന് വെച്ചാൽ എന്താണ്? AI not equal to A plus D into B minus Bj ആവുക. For all I greater than or equal to 1 and j greater than 1. So claim, if we consider the element C is equal to A plus DB, then f of AB equal to f of C. അതായത് നമ്മൾ ഈ ഒരു എലമെൻറ്റ് സി ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എ ബിയും എഫ് ഓഫ് സിയും ഈക്വൽ ആയിരിക്കും. അപ്പം നമ്മൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബി ആണ്. അപ്പോൾ സി എവിടെ ഉണ്ടായിരിക്കും? എഫ് ഓഫ് എ ബിയിൽ എന്തായാലും ഉണ്ടായിരിക്കും. കാരണം എന്താണ്? എ ആൻഡ് ബി ആർ ഇൻ എഫ് ഓഫ് എ ബി ആണ്, ആൻഡ് ഡി ഇസ് ബിലോങ്സ് ടു എഫ് ആണ്. സോ ദിസ് ഓൾസോ ബിലോങ്സ് ടു വാട്ട്? എഫ് ഓഫ് എ ബി. അപ്പോൾ ഇത് മൂന്നും എഫ് ഓഫ് എ ബിയിലുള്ള എലമെൻ്റ് ആയതുകൊണ്ട് എ പ്ലസ് ഡി ബിയും എവിടെ ഉണ്ടായിരിക്കും? എഫ് ഓഫ് എ ബിയിൽ ഉണ്ടായിരിക്കും. സോ സി എവിടെയുള്ള എലമെൻ്റ് ആണെന്ന് കിട്ടി? എഫ് ഓഫ് എ ബിയിലുള്ള എലമെൻ്റ് ആണെന്ന് കിട്ടി. സോ അതുകൊണ്ട് എഫ് ഓഫ് സി കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് എ ബി ആയിരിക്കും. ടു വെരിഫൈ ദാറ്റ് എഫ് ഓഫ് എ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് സി, ഇറ്റ് സഫിസസ് ടു പ്രൂവ് ദാറ്റ് ബി ബിലോങ്സ് ടു എഫ് ഓഫ് സി. അതായത് നമ്മൾക്കിനി പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് പറഞ്ഞാൽ മതി? ബി ബിലോങ്സ് ടു എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ മതി. അതായത് ബി ബിലോങ്സ് ടു എഫ് ഓഫ് സി ആവുന്നത് എങ്ങനെയാണ് എഫ് ഓഫ് എ ബി കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് സി എന്ന് കിട്ടുന്നത് എന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, നമ്മൾ പ്രൂവ് ചെയ്തു എന്ന് കരുതുക. ഇഫ് ബി ബിലോങ്സ് ടു എഫ് ഓഫ് സി എന്നത് പ്രൂവ് ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ബിയും സി ഓൾറെഡി എഫ് ഓഫ് സിയിലുണ്ട്, ഡിയും എഫ് ഓഫ് സിയിലുണ്ട്. കാരണം ഡി എഫിലുള്ള ഒരു എലമെൻ്റാണ്. അപ്പോൾ ബിയും സിയും ഡിയും എഫ് ഓഫ് സിയിലുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ്? സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബി അല്ലായിരുന്നോ? അപ്പോൾ എ ഈക്വൽ ടു സി മൈനസ് ഡി ബി എന്ന് വരും. സിയും ഡിയും ബിയും എഫ് ഓഫ് സിയിലുണ്ടെങ്കിൽ എയും എവിടെ ഉണ്ടായിരിക്കും? എഫ് ഓഫ് സിയിലുണ്ടായിരിക്കും അല്ലേ? സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എ ഈക്വൽ ടു സി മൈനസ് ഡി ബി ബിലോങ്സ് ടു എഫ് ഓഫ് സി. ദെൻ എയും ബിയും എഫ് ഓഫ് സിയിലുണ്ടെന്ന് കിട്ടും അതിലൂടെ. അപ്പോൾ എയും ബിയും എഫ് ഓഫ് സിയിലുണ്ടെങ്കിൽ എനെയും ബിയിനെയും എഫിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡായ എഫ് ഓഫ് എ ബി എഫ് ഓഫ് സിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം അല്ലേ? സോ നമ്മൾക്ക് ഈ ഒരു ഇൻക്ലൂഷൻ കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇൻക്ലൂഷനും കൂടി കമ്പൈൻ ചെയ്യുന്നത് നമ്മൾക്ക് എഫ് ഓഫ് എ ബി ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാനുള്ളൂ, ബി ബിലോങ്സ് ടു എഫ് ഓഫ് സി. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ബി ബിലോങ്സ് ടു എഫ് ഓഫ് സി എന്ന കാര്യം മാത്രമേ ഇനി പ്രൂവ് ചെയ്യാനുള്ളൂ. സോ വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ബി ബിലോങ്സ് ടു എഫ് ഓഫ് സി. കൺസിഡർ ദ പോളിനോമിയൽ ക്യൂ ഓഫ് എക്സ് ആൻഡ് ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് സി മൈനസ് ഡി എക്സ്. ക്യൂ ഓഫ് എക്സും പി ഓഫ് എക്സും നമ്മൾ നേരത്തെ ചൂസ് ചെയ്തതായിരുന്നു. ഓക്കെ, ഇനി ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ന്യൂ പോളിനോമിയൽ ചൂസ് ചെയ്യുന്നു. ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് സി മൈനസ് ഡി എക്സ് ആണ്. അതായത് പി ഓഫ് എക്സിൽ എക്സിന് പകരം സി മൈനസ് ഡി എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, സോ ആർ ഓഫ് എക്സും പി ഓഫ് സി മൈനസ് ഡി ഓഫ് എക്സും എന്താണ്? ഓവർ എഫ് ഓഫ് സിയിലുള്ളൊരു പോളിനോമിയലാണ് അല്ലേ? കാരണം ക്യൂ ഓഫ് എക്സ് പോളിനോമിയൽ ഓവർ എഫ് ആണ്. എഫ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് സി ആണ്. സോ ക്യൂ ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഓവർ എഫ് ഓഫ് സി. ഇനി പി ഓഫ് സി ഡി എക്സ് സി മൈനസ് ഡി എക്സ് എടുക്കുമ്പോൾ അതെന്തായിരിക്കും? സിയും ഡിയും ഒക്കെ ടേംസ് ആയിട്ട് വരുന്നതും പിന്നെ എഫിലുള്ള എലമെൻറ്റ്സും ആണ് വരുന്നത് കോഎഫിഷ്യൻസ് ആയിട്ട്. സോ വിച്ച് വിൽ ബി എ പോളിനോമിയൽ ഓവർ എഫ് ഓഫ് സി. കാരണം ആ എലമെൻറ്റ്സ് എല്ലാം എഫ് ഓഫ് സിയിൽ വരുന്നത് കൊണ്ട്. ഇനി ക്യൂ ഓഫ് ബി, ബിയുടെ മിനിമൽ പോളിനോമിയലാണ് ക്യൂ ഓഫ് എക്സ്. അപ്പോൾ ക്യൂ ഓഫ് ബി എന്താണ്? 0 ആണ്. നൗ കൺസിഡർ ആർ ഓഫ് ബി. ആർ ഓഫ് ബി ഈക്വൽ ടു എന്ത് വരും? പി ഓഫ് സി മൈനസ് ഡി ബി വരും. ആർ ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് സി മൈനസ് ഡി എക്സ് ആയിരുന്നു. അപ്പോൾ പി ഓഫ് സി മൈനസ് ഡി ബി വരും. സി മൈനസ് ഡി ബി എന്താണ്? എ ആണ്. അപ്പോൾ പി ഓഫ് എ വന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 0. അതായത് ആർ ഓഫ് എക്സിൻ്റെ ഒരു 0 ആണ് ബി എന്ന് കിട്ടി. ഹെൻസ് ക്യൂ ഓഫ് എക്സ് ആൻഡ് ആർ ഓഫ് എക്സ് ആർ ഡിവിസിബിൾ ബൈ ദ മിനിമൽ പോളിനോമിയൽ എസ് ഓഫ് എക്സ് ഫോർ ബി ഓവർ എഫ് ഓഫ് സി ആയിരിക്കും. ഇവിടെ നമ്മൾക്ക് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് മിനിമൽ പോളിനോമിയൽ ഓഫ് ബി ഓവർ എഫ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ബി ഇവിടെ ക്യൂ ഓഫ് എക്സിൻ്റെയും ആർ ഓഫ് എക്സിൻ്റെയും സീറോസ് ആയതുകൊണ്ട്
ബിയുടെ മിനിമൽ പോളിനോമിയൽ എസ് ഓഫ് എക്സ് ഓവർ ദ ഫീൽഡ് എഫ് ഓഫ് സി കൺസിഡർ ചെയ്യുമ്പോൾ, ഇത് രണ്ടും എസ് ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും സെയിം ആയിരിക്കണമെന്നില്ലേ? അപ്പോൾ എഫ് ഓഫ് സിയിലാണ് നമ്മൾ എസ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യുന്നത്, ക്യൂ ഓഫ് എക്സ് ഓവർ എഫിലും ആയിരുന്നു. അപ്പോൾ ബി എസ് ഓഫ് എക്സ് ദ മിനിമൽ പോളിനോമിയൽ ഓഫ് ബി ഓവർ എഫ് ഓഫ് സി, അതായത് എസ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ മിനിമൽ പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിനെയും ആർ ഓഫ് എക്സിനെയും ഡിവൈഡ് ചെയ്യും. കാരണം എന്താണ്? കാരണം നമ്മൾക്ക് ക്യൂ ഓഫ് എക്സിൻ്റെയും ആർ ഓഫ് എക്സിൻ്റെയും 0 ആയിട്ട് ബി വരുന്നത് കൊണ്ട്. സോ എസ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് സി ഓഫ് എക്സ് ആണ് അല്ലേ? ദെൻ സപ്പോസ് നമ്മൾ എസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി എന്ന് പ്രൂവ് ചെയ്തു എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സി ഓഫ് എക്സിലുള്ള ഒരു പോളിനോമിയലാണ്. അപ്പോൾ എസ് ഓഫ് എക്സ് എക്സ് മൈനസ് ബി ആണെങ്കിൽ എസ് ഓഫ് എക്സിൻ്റെ പോളിനോമിയലിൻ്റെ എല്ലാ കോയിഫിഷ്യൻസും എവിടെ ഉണ്ടായിരിക്കണം? എഫ് ഓഫ് സിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഓഫ് എക്സിലെ ആ ഒരു പോളിനോമിയലിലെ കോയിഫിഷ്യൻസ് ഏതൊക്കെയാണ് വരുന്നത്? 1ഉം മൈനസ് ബിയും. അപ്പോൾ 1ഉം മൈനസ് ബി എവിടെ ഉണ്ടെന്ന് കിട്ടും? എഫ് ഓഫ് സിയിൽ ഉണ്ടെന്ന് കിട്ടും. മൈനസ് ബി ഉണ്ടെങ്കിൽ ബിയും ഉണ്ടായിരിക്കത്തില്ലേ? സോ ബി ബിലോങ്സ് ടു എഫ് ഓഫ് സി എന്ന് വരും. അപ്പം നമ്മൾക്കിനി എന്തേ പ്രൂവ് ചെയ്യേണ്ടുള്ളൂ? നേരത്തെ പറഞ്ഞു ബി ബിലോങ്സ് ടു എഫ് ഓഫ് സി എന്ന് പ്രൂവ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ബി ബിലോങ്സ് ടു എഫ് ഓഫ് സി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കിനി എന്ത് മാത്രം ചെയ്യാനുള്ളൂ? നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന മിനിമൽ പോളിനോമിയൽ എസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി ആണെന്ന് മാത്രമേ ഇനി പ്രൂവ് ചെയ്യാനുള്ളൂ. ഓക്കെ, ഹെൻസ് ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ദാറ്റ് എസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി. എസ് ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സിനെയും ആർ ഓഫ് എക്സിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എസ് ഓഫ് എക്സിൻ്റെ സീറോസ് കൺസിഡർ ചെയ്യുമ്പോൾ എഫ് ഓഫ് സിയിലാണ്, അല്ലെങ്കിൽ കെ, ആ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് കെ. അപ്പോൾ എസ് ഓഫ് എക്സിൻ്റെ സീറോസ് എന്താണോ അതെല്ലാം ക്യൂ ഓഫ് എക്സിൻ്റെയും ആർ ഓഫ് എക്സിൻ്റെയും സീറോസ് ആയിരിക്കും അല്ലേ? എസ് ഓഫ് എക്സിൻ്റെ സീറോസ് എല്ലാം തന്നെ എന്തിൻ്റെയും സീറോസ് ആയിരിക്കും? ക്യൂ ഓഫ് എക്സിൻ്റെയും ആർ ഓഫ് എക്സിൻ്റെയും സീറോസ് ആയിരിക്കും. കാരണം എന്താണ്? എസ് ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സിനെയും ആർ ഓഫ് എക്സിനെയും ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് അല്ലേ? നൗ കൺസിഡർ ആർ ഓഫ് ബി ജെ. ആർ ഓഫ് ബി ജെ കൺസിഡർ ചെയ്യുമ്പോൾ ആർ ഓഫ് ബി ജെ ഇസ് ഈക്വൽ ടു പി ഓഫ് സി മൈനസ് ഡി ബി ജെ. ഇവിടെ കെ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തില്ലായിരുന്നോ? ആ പി ഓഫ് എക്സിൻ്റെയും ക്യൂ ഓഫ് എക്സിൻ്റെയും എല്ലാ സീറോസും ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിലുള്ള സീറോസാണ് ലിസ്റ്റ് ചെയ്തിരുന്നത്. എഫിൻ്റെ സം എക്സ്റ്റൻഷൻ ഫീൽഡിലുള്ള ഈ പി ഓഫ് എക്സിൻ്റെയും ക്യൂ ഓഫ് എക്സിൻ്റെയും ഓൾ സീറോസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അതിൽ B1 B2 എക്സെട്ര BN ആയിരുന്നു ക്യൂ ഓഫ് എക്സിൻ്റെ സീറോസ്. അപ്പോൾ നമ്മൾക്ക് എസ് ഓഫ് എക്സിൻ്റെ സീറോസ് എന്തെല്ലാമാണോ അതെല്ലാം ആ ഫീൽഡിൽ എസ് ഓഫ് എക്സിൻ്റെ സീറോസ് എന്തെല്ലാമാണോ വരുന്നത് അതെല്ലാം ക്യൂ ഓഫ് എക്സിൻ്റെയും ആർ ഓഫ് എക്സിൻ്റെയും സീറോസ് ആയിരിക്കും അല്ലേ? ഇനി നോക്കിക്കേ, അതായത് ആ സീറോസ് എല്ലാം കോമൺ ആയിരിക്കും. ക്യൂ ഓഫ് എക്സിനും ആർ ഓഫ് എക്സിനും കോമൺ ആയിട്ടുള്ള സീറോസും ആയിരിക്കും. കാരണം എന്താണ്? എസ് ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സിനെയും ആർ ഓഫ് എക്സിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. അതുകൊണ്ട് എസ് ഓഫ് എക്സിൻ്റെ സീറോസ് എന്തെല്ലാമാണോ അതെല്ലാം ക്യൂ ഓഫ് എക്സിൻ്റെയും സീറോസ് ആയിരിക്കും ആൻഡ് ആർ ഓഫ് എക്സിൻ്റെയും സീറോസ് ആയിരിക്കും. ആൻഡ് ആ സീറോസ് ക്യൂ ഓഫ് എക്സിൻ്റെയും ആർ ഓഫ് എക്സിൻ്റെയും കോമൺ ആയിട്ടുള്ള സീറോസിലും വരും അല്ലേ? അപ്പോൾ ഞാൻ ക്യൂ ഓഫ് എക്സിൻ്റെ സീറോസ് ഏതൊക്കെയാണ് വരുന്നത്? ബി ജെസ് മാത്രമാണ് ക്യൂ ഓഫ് എക്സിൻ്റെ സീറോസ് ആയിട്ട് വരുന്നത് അല്ലേ? നൗ കൺസിഡർ ആർ ഓഫ് ബി ജെ. ആർ ഓഫ് ബി ജെ എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് സി മൈനസ് ഡി ബി ജെ ആണ് വരുന്നത് അല്ലേ? പി ഓഫ് സി മൈനസ് ഡി ബി ജെ ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് സി എന്താണ്? എ പ്ലസ് ഡി ബി. അപ്പോൾ പി ഓഫ് എ പ്ലസ് ഡി ബി മൈനസ് ബി ജെ എന്ന് വരും. അതായത് പി ഓഫ് എ പ്ലസ് ഡി ഇൻറ്റു ബി മൈനസ് ബി ജെ എന്ന് വരും അല്ലേ? ഇനി നമ്മൾക്ക്
പിയുടെ സീറോസ്, ആ എക്സ്റ്റൻഷൻ ഫീൽഡിലുള്ള പിയുടെ സീറോസ് ഏതെല്ലാമായിരുന്നു? എ ഐസ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ പി ഓഫ് എ പ്ലസ് ഡി ഇൻറ്റു ബി മൈനസ് ബി ജെ ഈക്വൽ ടു 0 ആവണമെങ്കിൽ എ പ്ലസ് ഡി ഇൻറ്റു ബി മൈനസ് ബി ജെ എന്തിന് ഈക്വൽ ആവണം? എ ഐക്ക് ഈക്വൽ ആവണം അല്ലേ? കാരണം ഈ എക്സ്റ്റൻഷൻ ഫീൽഡിലുള്ള പി ഓഫ് എക്സസിൻ്റെ സീറോസ് എന്ത് മാത്രമായിരുന്നു? എ ഐസ് മാത്രമായിരുന്നു. സോ പി ഓഫ് ദിസ് നമ്പർ ഈക്വൽ ടു 0 ആവണമെങ്കിൽ ദിസ് നമ്പർ മസ്റ്റ് ബി ഈക്വൽ ടു എ ഐസ് ഫോർ സം ഐ ആയിരിക്കണം അല്ലേ? പക്ഷെ നമ്മൾ ഡി എങ്ങനെയാണ് ചൂസ് ചെയ്തത്? ദിസ് കോമ്പിനേഷൻ നോട്ട് ഈക്വൽ ടു എ ഐ ആയിട്ട് വരുന്ന ഡി ആണ് ചൂസ് ചെയ്തത്. സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു എ ഐ ഫോർ എനി ജെ ഗ്രേറ്റർ ദാൻ 1. For any j greater than 1, this value will not be equal to ai, and therefore for any j greater than 1 ഈ ഒരു വാല്യൂ ഒരിക്കലും 0 ആവില്ല. പി ഓഫ് ദിസ് വൺ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എന്നിട്ട് ദിസ് ഈക്വൽ ടു 0 ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ജെ ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ? ജെ ഈക്വൽ ടു 1 ആവുന്നവർ എന്താണ്? ബി മൈനസ് ബി 1 ഡി ഇൻറ്റു ബി മൈനസ് ബി 1 0 വരും, പി ഓഫ് എ വരും, പി ഓഫ് എ ഈക്വൽ ടു 0 ആവും. അപ്പോൾ ജെ ഈക്വൽ ടു 1 ആവുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് എന്താണ് ഇവിടെ ഈ ദിസ് വാല്യൂ പി ഓഫ് എ പ്ലസ് ഡി ഇൻറ്റു ബി മൈനസ് ബി ജെ ഈക്വൽ ടു 0 കിട്ടുന്നത്. വേറെ ഒരു കേസിലും നമ്മൾക്ക് കിട്ടുന്നില്ല. സോ ആർ ഓഫ് ബി ജെ ഈക്വൽ ടു പി ഓഫ് സി മൈനസ് ഡി ബി ജെ ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് ഡി ബി മൈനസ് ഡി ബി ജെ നോട്ട് ഈക്വൽ ടു 0 ഫോർ എനി ജെ ഗ്രേറ്റർ ദാൻ 1. Therefore and r of b എന്താണ്? r of b ഈക്വൽ ടു 0യുമാണ്. കാരണം r of b വരുന്നേരം b r of b എന്ന് പറയുന്നത് r of b1. r of b1 കൊടുക്കുമ്പോൾ എന്താണ്? ഡി ബി മൈനസ് ഡി ബി 1 എന്ന് ക്യാൻസൽ ആവും. അപ്പോൾ പി ഓഫ് എ വരും, പി ഓഫ് എ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ബി അല്ലാതെ വേറൊരു ബി ജെസും എന്താണ്? ആർ ഓഫ് എക്സിൻ്റെ സീറോസ് ആയിട്ട് വരുന്നില്ല അല്ലേ? അപ്പോൾ എസ് ഓഫ് എക്സിൻ്റെ സീറോസ് എന്താണ്? ക്യൂ ഓഫ് എക്സിനും ആർ ഓഫ് എക്സിനും കോമൺ ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ബി എസ് ഓഫ് എക്സിൻ്റെ സീറോയുമാണ്. അപ്പോൾ ബി അല്ലാതെ ക്യൂ ഓഫ് എക്സിൻ്റെ വേറെ ഒരു സീറോസും ആർ ഓഫ് എക്സിൻ്റെ സീറോസ് ആയിട്ട് വരാത്തത് കൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? എസ് ഓഫ് എക്സിന് ഒരേ ഒരു സീറോയേ ഉള്ളൂ, അതെന്താണ്? ബി ആണ്. സോ ബി ഇസ് ദ ഓൺലി സീറോ ഓഫ് എസ് ഓഫ് എക്സ് ഇൻ കെ ഓഫ് എക്സ് എന്ന് കിട്ടി. Therefore എസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി പവർ യു ആയിരിക്കും. സിൻസ് എസ് ഓഫ് എക്സ് ഇസ് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആൻഡ് എഫ് ഹാസ് ക്യാരക്ടറിസ്റ്റിക്സ് 0, എന്താണ്? ഇറഡ്യൂസിബിൾ പോളിനോമിയൽസിന് എന്തുണ്ടാകത്തില്ല? മൾട്ടിപ്ലിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആവത്തില്ല, ക്യാരക്ടറിസ്റ്റിക്സ് 0 ആയിട്ട് വരുന്ന ഫീൽഡിൽ. അപ്പോൾ ഈ യു എന്തായാലും ഈക്വൽ ടു 1 ആയിരിക്കണം. സോ എസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി എന്ന് കിട്ടി. ഇനി ബാക്കിയുള്ള പ്രൂഫൊക്കെ ബാക്ക്വേർഡ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. കാരണം നമ്മൾക്ക് ഇത് വേണം, അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യണം. ആ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ നമ്മൾക്ക് അറ്റ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ഇതാ ഈ ഒരു കാര്യം മാത്രമേ നമ്മൾക്കിനി പ്രൂവ് ചെയ്യാനുള്ളൂ എന്ന്. സോ അതും നമ്മളിവിടെ ചെയ്തു. സോ നമ്മൾക്ക് എന്താണ്? എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ബി ആയിട്ട് വരുന്ന ഒരു എലമെൻറ്റ് സി എന്തായാലും എഫ് ഓഫ് ബി എ ബിയിലുണ്ടായിരിക്കും. എപ്പോൾ എയും ബിയും ഓൾജിബ്രൈക്ക് ഓവർ എഫും ആയിരിക്കണം, എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 0യും ആയിരിക്കണം. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മളൊരു എലമെൻറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്, ഒരു ടേം ഡിഫൈൻ ചെയ്യാണ്. ഒബ്വിയസ്ലി ആ റിസൾട്ടിൻ്റെ നെയിമിനെ പ്രിമിറ്റീവ് എലമെൻറ്റ്. ഇപ്പോൾ എൻ എലമെൻറ്റ് എ വിത്ത് ദ പ്രോപ്പർട്ടി ഇ ഈക്വൽ ടു എഫ് ഓഫ് എ ഈസ് കോൾഡ് പ്രിമിറ്റീവ് എലമെൻറ്റ് ഓഫ് ഇ. അത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന എക്സ്റ്റൻഷൻ ഫീൽഡ്. ഇവിടെ എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 0 ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ ഓഫ് എഫ് ചൂസ് ചെയ്തു. ആൻഡ് ഇ ഈക്വൽ ടു എഫ് ഓഫ് എ ആവുകയാണെങ്കിൽ ഫോർ സം എ എൻ ഇക്ക് ഇ ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ എനെ നമ്മൾ പ്രിമിറ്റീവ് എലമെൻറ്റ് ഓഫ് ഇ എന്ന് പറയും. അതേ സമയത്ത് എ ഈസ് ഓൾജിബ്രൈക്ക് ഓവർ എന്ന് പറയാൻ ഓൾജിബ്രൈക്ക് ഓവർ എഫ് ഓഫ് എ എന്നും പറയും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യൂ ഓഫ് റൂട്ട് 2 എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ക്യൂ ഓഫ് റൂട്ട് 2 എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്? റൂട്ട് 2 ഈസ് ദ പ്രിമിറ്റീവ് എലമെൻറ്റ് ഓഫ് ക്യൂ ഓഫ് റൂട്ട് 2 എന്ന് പറയാം. പ്രിമിറ്റീവ് എന്ന് പറയണമേ ഇവിടെ, എം ഐ ഞാൻ എഴുതാൻ വിട്ടുപോയി. ഇനി സി എടുക്കുമ്പോൾ, സി ഓവർ ആർ എടുക്കുമ്പോൾ നമ്മൾക്കറിയാം സി ഇസ് ഈക്വൽ ടു ആർ ഓഫ് ഐ ആണ്
അല്ലേ? അപ്പോൾ ഐ എന്താണ്? ഐ ഇസ് ദ പ്രിമിറ്റീവ് എലമെൻ്റ് ഓഫ് സി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിമിറ്റീവ് എലമെൻറ്റിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് 0 ആയിട്ട് വരുന്നൊരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് 0 ആയിട്ട് വരുന്നൊരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എ ബി എന്ന് പറയുന്ന ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ, എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തായാലും ഒരു പ്രിമിറ്റീവ് എലമെൻറ്റ് സി എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, കാരണം എഫ് ഓഫ് എ ബി ഈക്വൽ ടു എഫ് ഓഫ് സി ആയിട്ട് വരുന്നത് കൊണ്ട്. ക്ലിയർ? ഇനി നെക്സ്റ്റ് നമ്മൾക്ക് തിയറം 21.7 ഓൾജിബ്രേക്ക് ഓവർ ഓൾജിബ്രേക്ക് ഈസ് ഓൾജിബ്രേക്ക്. നല്ല ഒരു രസമുണ്ട് പറയാൻ വേണ്ടിയിട്ടല്ലേ, പ്രാസം ഒപ്പിച്ച് പറയാന്നൊക്കെ പറയുന്ന കണക്ക്. ഓൾജിബ്രേക്ക് ഓവർ ഓൾജിബ്രേക്ക് ഈസ് ഓൾജിബ്രേക്ക് വിച്ച് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഓൾജിബ്രേക്ക് എക്സ്റ്റൻഷൻ. If K is an algebraic extension of E and E is an algebraic extension of F, then K is an algebraic extension of F. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 ഫീൽഡ്സ് എടുത്തിട്ടുണ്ട്. അതിൽ K algebraic extension of Eയും E algebraic extension of Fഉം ആണെങ്കിൽ K is algebraic extension of F ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഇങ്ങനെ എടുത്തു എന്ന് വിചാരിക്കുക. F is a subfield of E, E is a subfield of K. ഇതിൽ K is algebraic extension of Eയും E is a algebraic extension of F ആണെങ്കിൽ K is algebraic extension of Fഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ K algebraic ഓവർ F എന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് Kയിലുള്ള എല്ലാ എലമെൻസും algebraic ഓവർ K is algebraic extension of F എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ എവറി എലമെൻറ്റ്സ് ഇൻ K is algebraic ഓവർ F എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ ഞാൻ ആർബിട്രേറ്റ് ഒരു എലമെൻറ്റ് എ ചൂസ് ചെയ്യുന്നു ഫ്രം കെ. എ ഈസ് ഓൾജിബ്രേക്ക് ഓവർ എഫ് എന്ന് പ്രൂവ് ചെയ്യണം. സോ ഇറ്റ് ഈസ് സഫിസസ് ടു ഷോ ദാറ്റ് എ ബിലോങ്സ് ടു സം ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ്. നമ്മൾക്കറിയാം ഇപ്പോൾ ഒരു ഫീൽഡിൻ്റെ ഏത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഓൾജിബ്രേക്ക് ഓവർ എഫ് ആണെന്നറിയാം. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നേരം എഫ് ഓഫ് A1 A2 എക്സെട്ര AN ഈ ഫോമിൽ വരുന്ന. അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള എല്ലാ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസും എന്താണ് ഓൾജിബ്രേക്ക് ഓവർ എഫ് ആണെന്നറിയാം. സോ ഇത്തരത്തിലുള്ളൊരു ഫൈനൈറ്റ് എക്സ്റ്റൻഷനിൽ ഈ ഒരു എലമെൻ്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? എ ഓൾജിബ്രേക്ക് ഓവർ എഫ് എന്ന് പറയാൻ പറ്റും അല്ലേ? സോ വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് എ ബിലോങ്സ് ടു സം ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ്. ഹിയർ എ ബിലോങ്സ് ടു കെ ആൻഡ് കെ ഈസ് ഓൾജിബ്രേക്ക് ഓവർ എഫ് E. Therefore A is algebraic over E. Since A is algebraic over E, we know that A is the zero of some irreducible polynomial in E of x. കാരണം A algebraic over E ആയതുകൊണ്ട് A 0 ആയിട്ട് വരുന്ന പോളിനോമിയൽസ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ഇറഡ്യൂസിബിൾ പോളിനോമിയലും എക്സിസ്റ്റ് ചെയ്യും. മിനിമൽ പോളിനോമിയൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് എടുത്താൽ മതി, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾസ് എടുത്താൽ മതി. അപ്പോൾ അതെല്ലാം എന്താണ് ഇറഡ്യൂസിബിൾ ആയിരിക്കും, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾസേ. അപ്പോൾ ഇത്തരത്തിൽ A 0 ആയിട്ട് വരുന്ന ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്തായാലും E ഓഫ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യും. കാരണം K ഓൾജിബ്രേക്ക് ഓവർ E ആണ് ആവുന്നത്. സേ P ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു Bn x raised to n പ്ലസ് എക്സെട്ര B0. അതായത് ഈ ഒരു പോളിനോമിയൽ ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് വിത്ത് P ഓഫ് A ഈക്വൽ ടു 0 എന്ന് സപ്പോസ് ചെയ്യുക, വേർ P ഓഫ് എക്സ് ബിലോങ്സ് ടു E ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് സ്കേലാർസ് Bn മൈനസ് 1 എക്സെട്ര B0 കിട്ടിയിട്ടുണ്ട്. ദീസ് ആർ ദ എലമെൻറ്റ്സ് ഇൻ E ആണ്, കാരണം ദിസ് ഇസ് എ പോളിനോമിയൽ ഓവർ E ആയതുകൊണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എഫ് കൺസിഡർ ചെയ്യുന്നു, എഫ് ഓഫ് B0 കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ലെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു F0. ഈ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷനെ ഞാൻ F0 എന്ന് എടുക്കുന്നു. ആൻഡ് ഇതെല്ലാം ഇയിലുള്ള എലമെൻ്റാണ്. ഈ ഓൾജിബ്രേക്ക് ഓവർ എഫ് ആണ്. സോ ഈച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ആർ ഓൾജിബ്രേക്ക് ഓവർ എഫ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഞാൻ എന്തെടുക്കുന്നു എന്ന് വെച്ചാൽ F0 ഓഫ് B1 എടുക്കുന്നു. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു F1 എന്ന് എടുക്കുന്നു. അപ്പോൾ F1 എന്തായി? F0 ഓഫ് B1 ആണ്, F0 F ഓഫ് B0 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു F ഓഫ് B0 B1 എന്ന് വരും. ഇനി അടുത്തത് F1 ഓഫ് B2, ദിസ് ഇസ് ഈക്വൽ ടു F2 എന്നെടുക്കുന്നു. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്നേരം എന്താവും?
F1 f of B0 B1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് B0 B1 B2 എന്ന് വരും. ഇതിങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്ത് അറ്റ് ലാസ്റ്റ് എഫ് എൻ ഡിഫൈൻ ചെയ്യുന്നു. എഫ് എൻ എന്ന് പറയുന്നത് എഫ് എൻ മൈനസ് 1 ഓഫ് ബി എൻ. അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രകാരം എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് B0 B1 എക്സെട്ര BN എന്ന് വരും. ഓക്കെ, സോ എഫ് എൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് B0 B1 എക്സെട്ര BN ആണ്. ദെൻ P of X will be a polynomial in Fn of X ആയിരിക്കും. കാരണം എന്താണ്? P of X belongs to Fn of X ആയിരിക്കും. കാര്യം നമ്മൾക്ക് എന്താണ് P of X belongs to Fn of X ആണ്. ബിക്കോസ് P of Xൻ്റെ കോഎഫിഷ്യൻസ് എന്താണ് വരുന്നത്? Bn -1 എക്സെട്ര B0 ആണ് വരുന്നത്. അതെല്ലാം എവിടെ വരുന്നുണ്ട്? Fnലുള്ള എലമെൻറ്റ്സ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് P of X belongs to Fn of X ആണ്. ആൻഡ് P of X 0 ആയിട്ട് വരുന്ന ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണ് വരുന്നത്? n ആണ് വരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ആ മോണിക് പോളിനോമിയലിൻ്റെ ഡിഗ്രിയും n ആയിരിക്കും. സോ യുണീക്ക് മോണിക് പോളിനോമിയൽ ആയിരിക്കും, മോണിക് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക വിത്ത് P of X ഈക്വൽ ടു P of A ഈക്വൽ ടു 0 ആയിട്ട്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾക്ക് ഇവിടെ എന്ത് പറയാം? Fn of A ഓവർ Fnൻ്റെ ഡിഗ്രി എന്താണെന്ന് പറയാം? n ആണെന്ന് പറയാം. കാരണം P of Xൻ്റെ ഡിഗ്രി ഇവിടെ n ആയതുകൊണ്ട്. ആൻഡ് P of X belongs to Fn of X ആണ്. P of X ഇറിഡ്യൂസിബിളും ആണ് വിത്ത് P of A ഈക്വൽ ടു 0 ആയിട്ട്. സോ അതിൽ നിന്ന് നമ്മൾക്ക് ഈ ഒരു ഡിഗ്രി ഈക്വൽ ടു n എന്ന് കിട്ടും. And because each bi is algebraic over f, we know that each fi plus 1 fi is finite. നമ്മൾ ഈ ചൂസ് ചെയ്തിരിക്കുന്ന bi's എല്ലാം തന്നെ ഓൾജിബ്രേക്ക് ഓവർ എഫ് ആണ്. സോ ഓരോന്നിൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസ് ആയിട്ടായിട്ടും വരുന്നത് അല്ലേ? സോ fi plus 1 ഇത് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം തന്നെ നമ്മൾക്ക് എന്ത് കിട്ടും? fi plus 1 fi is finite എന്ന് പറയാം. ഓക്കെ, so consider the degree of Fn of A over f. The degree of Fn of A over f is equal to നമ്മൾ മുൻപേ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം നമ്മൾ 3 ഫീൽഡ്സിലാണ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇൻഡക്ഷൻ വെച്ചിട്ട് നമ്മൾക്ക് ദിസ് ഇസ് ഈക്വൽ ടു Fn of A, the degree of Fn of A over Fn into the degree of Fn into Fn over Fn minus 1 into etc. the degree of F1 over F0 into the degree of F0 into F എന്ന് വരും. ഇത് എങ്ങനെയാണ് വന്നത്? the degree of Fn over F. this is equal to ഞാൻ in between them Fn minus 1 കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആവുന്ന നേരം നമ്മൾക്ക് Fn minus 1 is a finite extension of F and Fn is a Fn of A. Fn consider ചെയ്യുന്നു. Fn is a finite extension of F and Fn of A is a finite extension of Fn also. Therefore, this is equal to Fn of A Fn into Fn F. ഈ രണ്ട് ഡിഗ്രീസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരും നമ്മൾക്ക് ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതാ Fn F ഉണ്ടല്ലോ, ഇവിടെ Fn minus 1 കൺസിഡർ ചെയ്യുന്നു. Fn minus 1ൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് Fn ആൻഡ് Fൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് Fn minus 1. സോ ദിസ് ഇസ് ഈക്വൽ ടു Fn ഓഫ് A Fn ഇൻറ്റു Fn minus 1 ഇൻറ്റു Fn minus 1 F എന്ന് വരും. ഇതിങ്ങനെയേ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് അറ്റ് ലാസ്റ്റ് F1 F0 F വരയ്ക്കും ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ദിസ് ഡിഗ്രി ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ഈച്ച് ഓഫ് ദീസ് ഡിഗ്രീസ്. ഇനി ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഓരോന്നും ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് ദ ഡിഗ്രി ഓഫ് Fn ഓഫ് A ഓവർ F എന്താണെന്ന് കിട്ടും, വിച്ച് ഈസ് ഓൾസോ ഫൈനൈറ്റ് എന്ന് കിട്ടും അല്ലേ?
So this implies that A is algebraic over F. അതായത് Fn of A F ഈ ഒരു ഡിഗ്രി ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് Fn of A is a ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് F എന്ന് കിട്ടും. സോ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് Fn of A algebraic over F ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ Fn of Aയിലുള്ള എല്ലാ എലമെൻസും algebraic over F ആയിരിക്കും. സോ A belongs to Fn of A ആയതുകൊണ്ട് A is algebraic over F എന്ന് കിട്ടും. സോ A is algebraic over F എന്ന് കിട്ടി. A belongs to K ആർബിട്രറി ആയതുകൊണ്ട് നമ്മൾക്ക് കെയിലുള്ള എല്ലാ എലമെൻസും algebraic over F ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ K is a algebraic extension of F. ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഫിഗറാണ് നെക്സ്റ്റ് വരുന്നത്. നമ്മളിപ്പോൾ ഈ കൺസ്ട്രക്ട് ചെയ്തിട്ടില്ലേ, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫിഗറായി കൊടുത്തേക്കുന്നത്. നമ്മൾ ആ ഒരു F0ഉം F1ഉം Fn-1 ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾക്കിനി അടുത്ത കൊറോളറിയിലോട്ട് പോവാം. സബ്ഫീൽഡ് ഓഫ് എ ഓൾജിബ്രൈക് എലമെൻറ്റ്സ്. സോ ആൻഡ് ഈ നേരത്തെ പറഞ്ഞ റിസൾട്ടിൽ നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? കെ ഓൾജിബ്രൈക് ഓവർ ഇയും ഇ ഓൾജിബ്രൈക് ഓവർ എഫും ആയാൽ കെ ഓൾജിബ്രൈക് ഓവർ എഫ് ആയിരിക്കും. ദ ഓൾജിബ്രൈക് ഓവർ ഓൾജിബ്രൈക് ഈസ് ഓൾജിബ്രൈക്. ആ മീനിങ്ങിൽ തന്നെയാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നതും പ്രൂവ് ചെയ്തിരിക്കുന്നതും. ഇനി കൊറോളറി സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് ഇ ബി എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ദ ഫീൽഡ് എഫ്. ഇപ്പോൾ ഇ എന്താണ്? എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ്. ദെൻ ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ഇ ദാറ്റ് ആർ ഓൾജിബ്രൈക് ഓവർ എഫ് ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഇ ആയിരിക്കും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഒരു ഫീൽഡ് എടുത്തു, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? എഫിൽ ഓൾജിബ്രൈക് ഓവർ എഫ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇൻ ഇ കൺസിഡർ ചെയ്യുക. ദ കളക്ഷൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ഇ വിച്ച് ഈസ് ഓൾജിബ്രൈക് ഓവർ എഫ്. ആ ഒരു കളക്ഷൻ ഇയുടെ ഒരു സബ് ഫീൽഡ് ആയിരിക്കുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം ഞാൻ ആ ഒരു കളക്ഷനെ കെ എന്ന് ഡിനോട്ട് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വിച്ച് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് എ ഇൻ ഇ ആയിരിക്കും. സച്ച് ദാറ്റ് എ ഈസ് ഓൾജിബ്രൈക് ഓവർ, ഇവിടെ എഴുതാനുള്ള മടി കൊണ്ട് ഞാൻ സെൻറ്റൻസ് പറയുകയാണ്, എ ഈസ് ഓൾജിബ്രൈക് ഓവർ എഫ്. അപ്പോൾ ക്ലിയർലി ഇയിലുള്ള എലമെൻറ്റ്സിനെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. സോ കെ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ ആണ്. ഇനി ഇത് സബ് ഫീൽഡ് ആവാൻ എന്ത് മാത്രം പറഞ്ഞാൽ മതി? ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു കെക്ക് എ ഇൻറ്റു ബിയും എ പ്ലസ് ബിയും എ മൈനസ് ബിയും ആൻഡ് എ ബൈ ബിയും ഫോർ ബി നോട്ട് ഈക്വൽ ടു 0 ഇതെല്ലാം തന്നെ ഈ കളക്ഷനിൽ തന്നെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. ബി ഈക്വൽ ടു 0 ആവുന്നത് എന്താണ് ഈ കേസസ് വരിക? എ ഇൻറ്റു ബി ഈക്വൽ ടു 0, എ പ്ലസ് ബി ഈക്വൽ ടു എ മൈനസ് ബി ഈക്വൽ ടു എ ബൈ ബി ഡിഫൈൻഡും അല്ല. അപ്പോൾ ഈ ഫസ്റ്റ് കേസസിലെല്ലാം നമ്മൾക്ക് എന്താണ്? 0യും എയും തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം കെയിൽ തന്നെ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾക്ക് 0 ആവുന്ന കേസ്, ബി 0 ആവുന്ന കേസ് ഡിസ്കസ് ചെയ്യാനില്ല. ബി നോൺ 0 ആവുന്ന കേസസിൽ മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ കെയിൽ നിന്ന് ഏത് 2 എലമെൻ്റ് എടുത്താലും അതിൽ സെക്കൻഡ് എലമെൻറ്റ് നോൺ 0 ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ഈ കളക്ഷൻ കെയിലുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് നമ്മൾക്ക് എന്താണ് കെയിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഏത് 2 എലമെൻറ്റ് എ ബി എടുത്താലും വിച്ച് ബിലോങ്സ് ടു കെ ആവുക എന്ന് വെച്ചാൽ എന്താണ്? എയും ബിയും ഓൾജിബ്രൈക് ഓവർ എഫ് ആവുക. സോ ഫോർ എനി 2 എലമെൻറ്റ്സ് എ ബി ഇൻ ഇ വിച്ച് ആർ ഓൾജിബ്രൈക് ഓവർ എഫ് വിത്ത് ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഇൻറ്റു ബിയും എ പ്ലസ് ബിയും എ മൈനസ് ബിയും എ ബൈ ബിയും എവിടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഓൾ ദോസ് എലമെൻറ്റ്സ് ആർ ഓൾജിബ്രൈക് ഓവർ എഫ് എന്ന് പ്രൂവ് ചെയ്യണം. So suppose AB belongs to E are algebraic over F and B not equal to 0. Then we need to prove that A plus B, A minus B, AB and A over B are algebraic over F. അപ്പോൾ ഈ എലമെൻറ്റ്സ് എല്ലാം ഓൾജിബ്രൈക് ഓവർ എഫ് ആണെന്നാണ് ഇനി നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് സഫിസസ് to show that this degree is finite. അപ്പോൾ ഈ ഒരു ഡിഗ്രി ഫൈനൈറ്റ് ആണെങ്കിൽ ഇതിൽ നിന്ന് എന്ത് കിട്ടും നമ്മൾക്ക്? The field f of AB is
ഓൾജിബ്രിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് കിട്ടും. കാരണം ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് എഫ് ഓഫ് എ ബി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആയിരിക്കും. എവറി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസ് ആർ ഓൾജിബ്രിക് extensions, therefore എഫ് ഓഫ് എ ബി ഓൾജിബ്രിക് എക്സ്റ്റൻഷൻ ആയി തീരും. ആൻഡ് എഫ് ഓഫ് എ ബിയിൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എലമെൻസും ഉണ്ടായിരിക്കും. എ പ്ലസ് ബിയും എ മൈനസ് ബിയും എ ബിയും എ ബൈ ബിയും, കാരണം എഫ് ഓഫ് എ ബി ഫീൽഡ് ആയതുകൊണ്ട്. സോ എഫ് ഓഫ് എ ബി ഓൾജിബ്രിക് ഓവർ എഫ് ആയതുകൊണ്ട് എഫ് ഓഫ് എ ബിയിലുള്ള എല്ലാ എലമെൻസും ഓൾജിബ്രിക് ഓവർ എഫ് ആയി തീരും. സോ നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന എലമെൻസും ഓൾജിബ്രിക് ഓവർ എഫ് ആയി തീരും. അപ്പം നമ്മൾക്ക് ഈ ഒരു ഡിഗ്രി ഫൈനൈറ്റ് ആണെന്ന് മാത്രമേ ഇനി പ്രൂവ് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ വി നീഡ് ടു പ്രൂവ് ദാറ്റ് എന്ന് പറയുന്ന കേസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ആ ഒരു സെൻറ്റൻസ് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇത് ഫൈനൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ദ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എ ബി ഓവർ എഫ്. ദിസ് ഇസ് ഈക്വൽ ടു ദ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എ ബി ഓവർ എഫ് ഓഫ് ബി ഇൻറ്റു ദ ഡിഗ്രി ഓഫ് എഫ് ഓഫ് ബി ഓവർ എഫ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ബി ഓൾജിബ്രിക് ഓവർ എഫ് ആണല്ലോ, ബി ഓൾജിബ്രിക് ഓവർ എഫ് ആണ്. സോ അതുകൊണ്ട് തന്നെ ദ ഡിഗ്രി ഓഫ് എഫ് ഓഫ് ബി ഓവർ എഫ്, അതായത് ഈ ഒരു വാല്യൂ ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ഇനി എ ഓൾജിബ്രിക് ഓവർ എഫ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എ ഈസ് ഓൾജിബ്രിക് ഓവർ എഫ് ഓഫ് ബിയുമായിരിക്കും. സോ നമ്മൾക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് എ ബി ഓവർ എഫ് ഓഫ് ബി, ദ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എ ബി ഓവർ എഫ് ഓഫ് ബി എന്തായിരിക്കും, ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. സോ ദീസ് ടു ആർ ഫൈനൈറ്റ് വാല്യൂസ്, സോ ദെയർ പ്രൊഡക്റ്റ് ഈസ് ഓൾസോ ഫൈനൈറ്റ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടി, നമ്മൾക്ക് എഫ് ഓഫ് എ ബി ഓവർ എഫിൻ്റെ ഡിഗ്രി എന്താണെന്ന് കിട്ടി, ഫൈനൈറ്റ് ആണെന്ന് കിട്ടി. സോ ഈ ഒരു ഡിഗ്രി ഫൈനൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എ ബി ഈസ് ഓൾജിബ്രിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് കിട്ടി. സോ എഫ് ഓഫ് എ ബി ഓൾജിബ്രിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആയതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ. സോ വെൻ വി കൺസിഡർ ദ കളക്ഷൻ കെ ഈസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എ ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എ ഈസ് ഓൾജിബ്രിക് ഓവർ എഫ്, then AB belongs to K implies A plus B, A minus B, A into B, A by B belongs to K. B equal to 0 നമ്മൾക്കത് ട്രിവിയൽ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. B നോട്ട് ഈക്വൽ ടു 0 നമ്മൾക്ക് എന്താണ്, ദിസ് ഇസ് ഓൾസോ ബിലോങ്സ് ടു കെ എന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. സോ ഇങ്ങനെയുള്ള എല്ലാ എലമെൻറ്റ്സ് എ ബി എടുത്തു കഴിഞ്ഞാൽ എയുടെ എ പ്ലസ് ബി, എ മൈനസ് ബി, എ ബി, എ ബൈ ബി ബിലോങ്സ് ടു കെ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണെന്ന് കിട്ടി, കെ ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഇ എന്ന് കിട്ടി. ഓക്കെ, സോ ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. എന്താണ് നമ്മൾ ചെയ്തിരുന്നത്, ഇ എന്ന് പറയുന്നത് ജസ്റ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണ്. അപ്പോൾ ആ ഈ ഓവർ എഫിൽ ഓൾജിബ്രേക്ക് ആയിട്ടുള്ള എല്ലാ എലമെൻസിൻ്റെയും കളക്ഷൻ ഇൻ ഇ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളക്ഷനെയാണ് ഞാനിവിടെ കെ എന്ന് ഡിനോട്ട് ചെയ്തത്. ദിസ് വിൽ ബി എ സബ് ഫീൽഡ് ഓഫ് ഇ ആയിരിക്കും. ആൻഡ് ഈ സബ് ഫീൽഡിൽ എന്ത് കണ്ടെയ്ൻഡ് എഫ് കണ്ടെയ്ൻഡ് ആയിരിക്കും. കാരണം എന്താണ്, എഫിലുള്ള എല്ലാ എലമെൻസും ഓൾജിബ്രേക്ക് ഓവർ എഫും ആണ്, ആ എലമെൻറ്റ്സ് എല്ലാം ഇയിൽ കണ്ടെയ്ൻഡും ആണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. ഏതൊരു ഫീൽഡ് എടുത്താലും അതിനൊരു എക്സ്റ്റൻഷൻ ഫീൽഡ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾക്ക് മുൻപേ അറിയാം അല്ലേ. ആൻഡ് എക്സ്റ്റൻഷൻ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ എക്സ്റ്റൻഷൻ ഫീൽഡിൽ എഫിൽ ഓൾജിബ്രേക്ക് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, വിച്ച് വിൽ ബി എ സബ് ഫീൽഡ് വിച്ച് ഈസ് ഓൾജിബ്രേക്ക് ഓവർ എഫ് ആയിരിക്കും. കാരണം കെയിലുള്ള എല്ലാ എലമെൻറ്റ്സും എന്താണ്, ഓൾജിബ്രേക്ക് ഓവർ എഫ് ആയതുകൊണ്ട്. സോ ഓൾജിബ്രേക്ക് എക്സ്റ്റൻഷനും ഒരു ഫീൽഡിന് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഒരു ഫീൽഡിന് എക്സ്റ്റൻഷൻ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് പോലെ ഓൾജിബ്രേക്ക് ഫീൽഡും ഓൾജിബ്രേക്ക് എക്സ്റ്റൻഷനും എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളൊന്ന് ഡിഫൈൻ ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഫോർ എനി എക്സ്റ്റൻഷൻ ഇ ഓഫ് എ ഫീൽഡ് എഫ്, ദ സബ് ഫീൽഡ് ഓഫ് ഇ ഓഫ് ദ elements that are algebraic over f is called algebraic closure of f in E. എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത കെ ഉണ്ടല്ലോ, ആ ഫീൽഡിനെയാണ് ഓൾജിബ്രൈക് ക്ലോഷർ ഓഫ് എഫ് ഇൻ ഇ എന്ന് പറയുന്നത്. ഇതുപോലെ ആർബിട്രറി ആയിട്ടൊരു ഫീൽഡിൻ്റെ ഒരു ആർബിട്രറി എക്സ്റ്റൻഷൻ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്,
ഓവർ എഫിൽ ഓൾജിബ്രൈക്ക് ആയിട്ടുള്ള എല്ലാ എലമെൻസിൻ്റെയും ഇയിലുള്ള എല്ലാ എലമെൻസിൻ്റെയും കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സബ് ഫീൽഡ് ആൻഡ് എവറി എലമെൻറ്റ് ഇൻ ദാറ്റ് സബ് ഫീൽഡ് ഈസ് ഓൾജിബ്രൈക്ക് ഓവർ എഫ്. സോ ഇറ്റ് ഈസ് എ ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണ്. ആൻഡ് ആ ഒരു ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷനെയാണ് ഓൾജിബ്രൈക്ക് ക്ലോഷർ ഓഫ് എഫ് ഇൻ ഇ എന്ന് പറയുന്നത്. കാരണം ഇയിലുള്ള എലമെൻറ്റ്സ് അല്ലേ ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എ ഫീൽഡ് ദാറ്റ് ഹാസ് നോ പ്രോപ്പർ ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ഈസ് കോൾഡ് ഓൾജിബ്രൈക്ക്ലി ക്ലോസ്ഡ്. അതായത് ഇങ്ങനെ നമ്മൾക്ക് ഓൾജിബ്രൈക്ക് ക്ലോഷർ എന്തായാലും കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് അതുകൊണ്ട് തന്നെ ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ എന്തായാലും ഒരു ഫീൽഡിന് എക്സിസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഏത് ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷനാണോ പ്രോപ്പർ ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ എക്സിസ്റ്റ് ചെയ്യാത്തത്, ഏത് ഫീൽഡിനാണോ പ്രോപ്പർ ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ എക്സിസ്റ്റ് ചെയ്യാത്തത്, അതിനെ നമ്മൾ ഓൾജിബ്രൈക്ക്ലി ക്ലോസ്ഡ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മൾ കോംപ്ലെക്സ് നമ്പർ സിസ്റ്റം എന്താണ്, ഓൾജിബ്രൈക്ക്ലി ക്ലോസ്ഡ് ആണ്. സോ എന്താണ്, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ എക്സ്റ്റൻഷൻ ഫീൽഡ് വരുന്നില്ല, അത് തന്നെ വരുന്നുള്ളൂ അല്ലേ. സോ വിച്ച് ഈസ് ഓൾജിബ്രൈക്ക്ലി ക്ലോസ്ഡ്. ഇതെല്ലാം നമ്മളിനി പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതൊരു റിസൾട്ട് ആയി തന്നെ നെക്സ്റ്റ് മൊഡ്യൂൾസിലായിട്ട് പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ട്. മുൻപേ നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, വേറെ ഓരോ സ്റ്റെപ്സുകൾ യൂസ് ചെയ്തിട്ട്. സോ ഓൾജിബ്രൈക്ക് ക്ലോഷർ എന്താണ്, വിച്ച് ഈസ് ഡിഫൈൻഡ് വിത്ത് റെസ്പെക്ട് ടു എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എ ഫീൽഡ്. So when we consider an extension field E of F, if we consider every element of E which are algebraic over F, when we consider the collection of all elements in E which are algebraic over F, then it will be a subfield of E which contains F also, and every element in that collection is algebraic, in that subfield is algebraic over F, and that subfield is called as algebraic closure of F in E. And we say that a field is algebraically closed when a field is algebraically closed if it has no proper algebraic extension. അതായത് ആ ഫീൽഡിനെ പ്രോപ്പറായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷനും ഇല്ലെങ്കിൽ നമ്മളതിനെ എന്ത് പറയും, algebraically closed എന്ന് പറയും. ഫോർ എക്സാമ്പിൾ കോംപ്ലെക്സ് നമ്പർ സിസ്റ്റം. And next one, the algebraic extension of a field that is algebraically closed is called algebraic closure of F. ഇപ്പോൾ ഒരു ഫീൽഡ് എടുത്തോ, ആ ഫീൽഡിൻ്റെ ഏതെങ്കിലും ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഓൾജിബ്രൈക്ക്ലി ക്ലോസ്ഡ് ആവുകയാണെങ്കിൽ അതിനെ ഓൾജിബ്രൈക് ക്ലോഷർ ഓഫ് എഫ് എന്ന് പറയും. ഇപ്പോൾ റാഷണൽ നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തറിയാം, സി ഈസ് എ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ക്യൂ ആണ്. സോറി, അവിടെ ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ആവുന്നില്ല. ആർ ഓവർ സി എടുക്കുക, സോറി സി ഓവർ ആർ എടുക്കുക. അപ്പോൾ സി എന്താണ്, ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് ആർ ആണ്. സി ഈസ് എ ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് ആർ ആണ്. സോ സി ഈസ് എ ഓൾജിബ്രൈക്ക് ക്ലോഷർ ഓഫ് എഫ് ആയിരിക്കും, ക്ലോഷർ ഓഫ് ആർ ആയിരിക്കും. വിച്ച് ഈസ് നോട്ട് എ ഓൾജിബ്രൈക്ക് ക്ലോഷർ ഓഫ് ക്യൂ. കാരണം എന്താണ്, നമ്മൾക്ക് എന്തറിയാം, ഇവിടെ സി എന്ന് പറയുന്നത് ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ ആവുന്നില്ല, സി ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് സി ആവുന്നില്ല, സി ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് ആർ ആണ് ആവുന്നത് അല്ലേ. വിച്ച് ഈസ് എ ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് ആർ ആണ്, പക്ഷേ സി ഈസ് നോട്ട് എ ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ. അപ്പോൾ സിയുടെ ഓൾജിബ്രൈക്ക് ക്ലോഷർ ഓഫ് ആർ ആണ്, പക്ഷേ ഓൾജിബ്രൈക്ക് ക്ലോഷർ ഓഫ് ക്യൂ അല്ല. സി ഓൾജിബ്രൈക്ക്ലി ക്ലോസ്ഡ് ആണ്, ആർ ഓൾജിബ്രൈക്ക്ലി ക്ലോസ്ഡ് അല്ല. കാരണം അതാണ് അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ക്യൂവും ഓൾജിബ്രൈക്ക്ലി ക്ലോസ്ഡ് അല്ല. കാരണം എന്താണ്, ക്യൂ ഓഫ് √2 എടുക്കുന്നേരം വിച്ച് ഇസ് എ ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ ആയിട്ട് വരുന്നത് കൊണ്ട്. ഓക്കെ, ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിരുത്തി സ്ലോ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം കണക്റ്റ് ആവും. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ലൈന് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആയില്ലെങ്കിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എഗെയിൻ റീഡ് ചെയ്യുകയെന്ന് വെച്ചാൽ കണ്ണും പൂട്ടി ഒന്നും ചിന്തിക്കാതെ റീഡ് ചെയ്യാനല്ല, റീഡ് ചെയ്യുന്നതിന് കൂടെ ചിന്തിച്ചുകൊണ്ട് റീഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു
ഇപ്പോൾ എന്ത് തന്നെയാലും ഇപ്പോൾ ഒരേ ലൈൻ തന്നെ നമ്മൾ ഒരേ ട്യൂണിലും പറയുന്ന നേരം നിങ്ങളുടെ ചിന്ത ആ ഒരു തോട്ട്സും കൂടി അതിൻ്റെ കൂടെ വരുന്നവരാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു മൊഡ്യൂള് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ഒരു ക്ലാസ് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രേൻ്റെ 4th മൊഡ്യൂളിൽ വെച്ച് ഞാൻ ഈ ക്ലാസ്സസ് സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.